മഹാനായ മുഖറബുൽ അംലാക്ക് മലക്ക് ജിബ്രീൽ അലൈഹിസ്സലാം അവിടുന്ന് ഒരു ചരിത്രം പറഞ്ഞു തരാ. എങ്ങനെയാണ് റബ്ബിന്റെ മുന്നിൽ തൗബ ചെയ്യേണ്ടതെന്ന് പഠിച്ചോ. മോനെ എങ്ങനെ ചെയ്താലും അല്ലാഹു സ്വീകരിക്കുമല്ലോ. മഹാനായ കലീമുല്ലാഹി മൂസാ നബി അലൈഹിസ്സലാം, മൂസാ നബിയുടെ മുന്നിൽ നാട്ടുകാർ മുഴുവനും കടന്നു വരികയാണ്. മൂസ നബിയേ, മഴ പെയ്തിട്ട് കുറെ നാളായി നബിയേ, മഴയില്ല നബിയേ, ഞങ്ങളൊക്കെ വല്ലാത്ത പ്രയാസത്തിലാണ്. ആർക്കും കുടിക്കാൻ വെള്ളമില്ല, കൃഷിക്ക് വെള്ളമില്ല, മൃഗങ്ങൾക്ക് വെള്ളമില്ല, ഞങ്ങളൊക്കെ വല്ലാത്ത പ്രയാസത്തിലാണ്. അതുകൊണ്ട് അല്ലാഹുവിനോടൊന്ന് ദുആ ചെയ്യുമോ നബിയേ. മൂസാ നബിയോട് തന്റെ അനുയായികൾ പറയുമ്പോ മൂസാ നബി ജനങ്ങളെ മുഴുവനും വിളിച്ചു കൂട്ടുകയാണ്. ഒരു ദിവസം പറഞ്ഞു എല്ലാവരും ഒരു ഗ്രൗണ്ടിൽ ഒരുമിച്ച് കൂടാൻ. അങ്ങനെ പടച്ചവനെ മൂസാ നബി വിളിച്ചപ്പോ നാട് മുഴുവനും വെള്ളം കിട്ടുന്നതിന് വേണ്ടി ദുആ ചെയ്യാൻ ഒരു മരുഭൂമിയിൽ ഒരു സദസ്സിൽ ഒരുമിച്ച് കൂടിയിരിക്കുകയാ. പ്രായമുള്ളവരുണ്ട്, രോഗികളുണ്ട്, പാല് കൊടുക്കുന്ന കുഞ്ഞുങ്ങളുണ്ട്. പടച്ചവനെ എല്ലാവരും ഒരുമിച്ച് കൂടി, 10,000 ഒരുമിച്ച് കൂടി മൂസാ നബി പടച്ച റബ്ബിന്റെ ദർബാറിലേക്ക് കരങ്ങൾ ഉയർത്തുകയാ. അല്ലാഹുവേ, ഞങ്ങൾക്ക് നീ മഴ തരണേ അല്ലാ. മൂസാ നബി ദുആ ചെയ്യുകയാണ്. മഴ പെയ്യുന്നില്ല, ആകാശത്ത് നിന്ന് മഴയുടെ ഒരടയാളവും കാണുന്നില്ല. മൂസാ നബി രണ്ടാമതും ദുആ ചെയ്യുന്നു. അല്ലാ, അവസാന പ്രവാചകൻ മുഹമ്മദ് നബിയുടെ ബറക്കത്ത് കൊണ്ട് മഴ തരണേ അല്ലാ. അവിടുന്ന് മൂസാ നബി ദുആ ചെയ്യുമ്പോ അതാ വരുന്നു മുഖറബുൽ അംലാക്ക് മലക്ക് ജിബ്രീൽ. ജിബ്രീൽ അലൈഹിസ്സലാം ഇറങ്ങി വരികയാണ്. എന്നിട്ട് പറയുന്ന മൂസ നബിയേ, ദുആ ചെയ്യണ്ട, മഴ പെയ്യില്ല നബിയേ. അതിന്റെ കാരണം എന്തെന്നറിയുവോ? ഇരിക്കുന്ന 10,000 ജനങ്ങളുണ്ടല്ലോ, ഈ ജനങ്ങളുടെ ഇടയിലോ 40 കൊല്ലമായിട്ട് അല്ലാഹുവിനെ ധിക്കരിച്ച് നടക്കുന്ന ഒരു മനുഷ്യനുണ്ട് നബിയേ. 40 കൊല്ലമായിട്ട് അല്ലാഹുവിനെ ധിക്കരിച്ച് നടക്കുകയാ. അവൻ ഒന്നുകിൽ തൗബ ചെയ്യണം, അല്ലെങ്കിൽ അവൻ എഴുന്നേറ്റ് പോകണം. അവൻ എഴുന്നേറ്റ് പോകാതെ മഴ പെയ്യില്ല നബിയേ. മൂസാ നബി അലൈഹിസ്സലാമിന്റെ മുന്നിൽ ജിബ്രീൽ എന്ന് പറയുന്ന മലക്ക് വന്ന് പറയുമ്പോ മൂസാ നബി അത്ഭുതത്തോടെ നോക്കുകയാണ്. ആരാണ് പടച്ചവര്? ഇരിക്കുന്ന ജനങ്ങളുടെ നടുവിൽ 40 കൊല്ലമായി അല്ലാഹുവിനെ ധിക്കരിച്ചുകൊണ്ട് നടക്കുന്ന മനുഷ്യനാരാ? മൂസാ നബി അവിടുന്ന് ജനങ്ങളോട് വിളിച്ചു പറയുകയാണ്, 40 കൊല്ലമായി അല്ലാഹുവിനെ ധിക്കരിച്ച് നടക്കുന്ന ഒരു മനുഷ്യനെ സദസ്സിലുണ്ട്. അവൻ എഴുന്നേറ്റ് പോകാതെ മഴ പെയ്യില്ല എന്ന് ജിബ്രീൽ വന്ന് പറഞ്ഞിരിക്കുകയാ. ആരായാലും എഴുന്നേറ്റ് പോകണേ. മൂസാ നബി അവിടുന്ന് പറയുമ്പോ അല്ലാഹുവേ, ജനങ്ങളെ മുഴുവനും പരസ്പരം നോക്കുകയാണ്. ആരാണ് തമ്പുരാന് 40 കൊല്ലമായിട്ട് നന്നാകാതെ നടക്കുന്ന ആ നന്ദി കെട്ടവനാരാ? അല്ലാ. ജനങ്ങളെ മുഴുവനും പരസ്പരം നോക്കുമ്പോ 40 കൊല്ലമായി പടച്ച റബ്ബിനെ ധിക്കരിച്ച് നടക്കുന്ന മനുഷ്യനുണ്ടല്ലോ, ആ മനുഷ്യൻ ചിന്തിക്കുന്നു, അല്ലാ, ഞാനിപ്പോ ഇവിടെ നിന്ന് എഴുന്നേറ്റ് പോയാ ജനങ്ങളുടെ മുന്നിൽ നാണം കെടുമല്ലോ, എല്ലാരും അറിയുമല്ലോ. അല്ലാ, 40 കൊല്ലം പടച്ച റബ്ബിനെ ധിക്കരിച്ച് നടന്ന മനുഷ്യനുണ്ടല്ലോ, ആ ജനങ്ങളുടെ ഇടയിൽ ഇരുന്നിട്ട് അല്ലാഹുവിനോട് ആരും കേൾക്കാതെ പറയുകയാണ്, പടച്ച റബ്ബേ, ചെയ്തത് മുഴുവനും നന്ദി കേടാ അല്ലാ, ധിക്കാരമാ അല്ലാ, ഞാൻ ചെയ്തത് മുഴുവനും തെറ്റാണല്ലോ, ഞാൻ അംഗീകരിക്കുന്നു പടച്ചവര്, ഞാൻ അംഗീകരിക്കുന്നു പടച്ചവര്. അല്ലാഹുവേ, എന്നെ നീ നാണമക്കെടുത്തല്ലേ അല്ലാ, എനിക്ക് നീ പുറത്തു തരണേ അല്ലാ. ഇനി ഞാൻ നിനക്കെതിരായി ഞാൻ നടക്കില്ല പടച്ചവര്. ഇന്ന് മുതൽ നന്നാകാൻ തമ്പുരാറ് നീ മഴ തരണേ അല്ലാ. ആ മനുഷ്യരാ ജനങ്ങളുടെ ഇടയിൽ ഇരുന്നിട്ട് തന്റെ അടുത്തിരിക്കുന്നവര് പോലും കേൾക്കാതെ ഒറ്റ പറച്ചലേ പറഞ്ഞുള്ളൂ, ഒരേ ഒരു തൗബയെ ചെയ്തുള്ളൂ.
നിന്റെ വിരിമാറിൽ നിന്ന് മഴത്തുള്ളികൾ പെയ്തിറങ്ങുകയാ. അല്ലാഹുവേ, ജനങ്ങൾക്ക് വല്ലാത്ത സന്തോഷമായി, മൂസാ നബിക്ക് വല്ലാത്ത അത്ഭുതമായി. പടച്ചവനെ, എങ്ങനെയാ മഴ പെയ്തത്? എങ്ങനെയാ അല്ലാഹ് മഴ പെയ്തത്? ജിബ്രീല് പറഞ്ഞത് 40 കൊല്ലം തെറ്റ് ചെയ്തവൻ എഴുന്നേറ്റ് പോകണം. ആരും എഴുന്നേറ്റ് പോയില്ല, ആരും എഴുന്നേറ്റ് പോയില്ല. ഞാൻ അല്ലാഹുവോട് ദുആ ചെയ്തതുമില്ല, മഴ പെയ്തു. അതാ പറയുന്ന നബിയേ, 40 കൊല്ലം തെറ്റ് ചെയ്തവന്റെ ഒറ്റ തൗബയാണ് നബിയേ. അവന്റെ തൗബ അല്ലാഹു സ്വീകരിച്ചു. അതിന് പകരമാണ് മഴ തന്നതെന്ന് ചരിത്രം പറയുമ്പോ അതാണ് ചെറുപ്പക്കാരാ തൗബ. അതാണതാ പറയേണ്ടതുപോലെ പറഞ്ഞു. അടുത്ത വർഷം ഇതുപോലെ ഒരുമിച്ച് കൂടാമെന്ന് എനിക്കും നിങ്ങൾക്കും ഉറപ്പുണ്ടോ? ഇത് ജീവിതത്തിൽ അല്ലാഹു തന്നിരിക്കുന്ന അവസരമാ. നാളെ നേരം വെളുപ്പിക്കുമെന്ന് പറയാ എനിക്കും നിങ്ങൾക്കും കഴിയില്ലല്ലോ. ആരാണെന്ന് പടച്ചവനെ ഇവിടെ നിന്ന് പിരിഞ്ഞ് വീട്ടിലെത്തുന്നതെന്ന് പറയാ കഴിയുമോ? അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടവരോട് പറയുകയാ, മോനെ കരയാതെ പിരിയല്ലേ, കരയാതെ പിരിയല്ലേ. ഒരുപാട് പൊട്ടിക്കരയണമെന്ന് ഞാൻ പറയുന്നില്ല. നിനക്ക് അഭിനയിക്കാൻ അറിയുമല്ലോ, നിനക്ക് അഭിനയിക്കാൻ അറിയുമല്ലോ. റസൂലുള്ളാഹിയല്ലേ പറഞ്ഞത്, മുത്തുനബിയല്ലേ പറഞ്ഞത്, കരച്ചല് വരുന്നില്ലേ സഹാബ, അഭിനയിക്ക് സഹാബ. കരയുന്നവരെ പോലെ നിങ്ങളും അഭിനയിക്കൂ. അതിനും നിനക്ക് തയ്യാറാകാനില്ലെങ്കിലോ, അഭിനയിക്കാനും എനിക്ക് മനസ്സില്ലെങ്കിലോ, ഒരുപാട് കരയേണ്ടി വരും ചെറുപ്പക്കാരാ. എന്റെ ശബ്ദം കേൾക്കുന്ന പെങ്ങള്, മുത്തുനബി പറയുകയാ, നരകവാസികൾ കിടന്ന് കരയുകയാണ്. മഴവെള്ളപ്പാച്ചിലിൽ വെള്ളമൊലിച്ചു വരുന്നത് പോലെ അവരുടെ മുഖത്തുകളിൽ കരഞ്ഞ് കരഞ്ഞ് വലിയ പാടുകളാ. കരഞ്ഞ് കരഞ്ഞ് കണ്ണീര് തീർന്ന പിന്നെ ഒഴുകുന്നത് രക്തമാവാപ്പാ. കണ്ണുനീര് തീർന്നു പോയാൽ പിന്നെ കണ്ണിൽ നിന്ന് ഒഴുകുന്നത് രക്തമാണ്. അല്ലാഹുവേ, നരകവാസിയുടെ കണ്ണുനീരിന്റെ മുകളിലൂടെ, നരകവാസിയുടെ കണ്ണുനീരിന്റെ മുകളിലൂടെ കപ്പലോടിക്കാൻ കഴിയുമെന്ന് ചരിത്രം പറയുകയാ. അതുകൊണ്ട് എണ്ണിക്കോ, 5 എണ്ണം പറഞ്ഞ് പിരിയാ. ഒന്നാമത്തെ കാര്യം എന്തെന്നറിയുമോ? കരയുന്നവർക്ക് അല്ലാഹു തരുന്ന പ്രതിഫലമെന്താ? അല്ലാഹുവിന്റെ റസൂല് പറയുകയാണ്, സബഅത്തുൻ യുളില്ലുഹുമുല്ലാഹു ഫീ ദില്ലി. അല്ലാഹുവിന്റെ റസൂല് പറയുന്നു, വറജുലുൻ ദക്കറുല്ലാഹു ഖാലിയാ. ഈ സദസ്സിലിരുന്നു കൊണ്ട് പടച്ചറപ്പിന്റെ അദാബുകളെ കുറിച്ച് ഓർത്തിട്ട്, നരകത്തെ കുറിച്ച് ഓർത്തിട്ട്, ജീവിതത്തിൽ ഒരുപാട് തെറ്റ് ചെയ്തു പോയല്ലോ പടച്ചവര്, ഇതെല്ലാം നീ എന്നെ പിടിച്ചു നിർത്തിയിട്ട് ചോദിക്കുമല്ലോ പടച്ചവര്. എനിക്ക് മരിക്കാൻ പേടിയാ അല്ലാ, മരണവേദന പേടിയാ അല്ലാ, അസ്റായിലിനെ പേടിയാ അല്ലാ, ഖബർ പേടിയാ അല്ലാ, ഖബറിന്റെ അദാബ് പേടിയാ അല്ലാ, പരലോകം പേടിയാ അല്ലാ. എനിക്ക് സിറാത്ത് പേടിയാണ്, മീസാൻ എനിക്ക് പേടിയാണ്. നാളെ നിന്റെ മുന്നിൽ വന്ന് നിൽക്കുമ്പോ നീ ചോദിക്കുന്നതിന് എന്ത് മറുപടി പറയും പടച്ചവര്? എനിക്കെല്ലാം പേടിയാ അല്ലാ, എനിക്ക് നരകം പേടിയാ അല്ലാ. ഏതെങ്കിലും ഒരു മനുഷ്യനീ സദസ്സിലിരുന്നു കൊണ്ട് ഒരു തുള്ളി കണ്ണുനീര് നിന്റെ കണ്ണിൽ നിന്ന് താഴെ വീണാ, ഒരു മനുഷ്യനും സഹായിക്കാനില്ലാത്ത പരലോകമുണ്ടല്ലോ. ചെമ്പിന്റെ തറയാടാ ചെറുപ്പക്കാരാ, മോനെ ചെമ്പിന്റെ തറയാടാ. ചെരുപ്പില്ലാതെ നട്ടുച്ച സമയത്ത് റോഡിലൂടെ നടക്കാൻ നിനക്ക് കഴിയുമോ? എങ്കിൽ നാളെ പടച്ചറപ്പിന്റെ പരലോകത്ത് ഒരു ചാണ് മുകളിൽ സൂര്യൻ ഉദിച്ചു നിൽക്കുന്ന ദിവസമുണ്ടല്ലോ. ഒരാൾ പോലും നിന്നെ തിരിഞ്ഞു നോക്കാത്ത ദിവസം. യൗമ യഫിറുൽ മർഉ മിൻ അഖീഹി വഉമ്മിഹി വഅബീഹി വസ്വാഹിബതിഹി വബനീഹി.
നിന്റെ ഉമ്മയില്ല, നിന്റെ വാപ്പയില്ല, നിന്റെ മക്കളില്ല, നിന്റെ കൂടപ്പിറപ്പില്ല, നിന്റെ കുടുംബക്കാരില്ല, നിന്റെ കൂട്ടുകാരില്ല, നിന്റെ ഒരു ചങ്കും അവിടെ കാടില്ലടാ. റസൂലുള്ളയല്ലേ പറഞ്ഞത്? സ്വന്തം ഉമ്മയെ കാണിച്ചിട്ട് മക്കള് പറയുന്നു, നാദാ എന്റെ ഉമ്മാനവൊന്ന് മലത്തി കിടത്തിത്താ നെഞ്ചത്ത് കയറി ഞാനെന്ന് നിൽക്കട്ടെ റബ്ബേ, എന്റെ കാല് പൊള്ളുന്നു നാദാ എന്ന് മക്കള് പറയുന്ന പരലോകമുണ്ടല്ലോ. ജന്മം കൊടുത്ത വാപ്പയെ കാണിച്ചിട്ട് മക്കൾ അല്ലാഹുവോട് പറയുന്ന നാദാ എന്റെ വാപ്പയുടെ നന്മ മുഴുവനും എടുത്ത് എനിക്കിതാ എന്റെ പാപം മുഴുവനും എന്റെ ഉപ്പാടെ തലയിൽ കെട്ടിവെച്ചിട്ട് ഉപ്പാന നരകത്തിലേക്ക് വലിച്ചെറിഞ്ഞു, എനിക്ക് സ്വർഗം തരണേ എന്ന് മക്കള് പറയുന്ന പരലോകമുണ്ടല്ലോ. ആ ഭയാനകമായ ദിവസമുണ്ടല്ലോ മോനെ, വല്ലാത്ത ഒരു ദിവസമാണ്. ഒന്ന് പറയാറുണ്ട് പ്രസവത്തിന് മരണവേദനയാ, പെണ്ണുങ്ങള് പറയാറുണ്ട് പ്രസവത്തിന് മരണവേദനയാണെന്ന്. എനിക്കറിയില്ലത് മരണവേദനയാണോ എങ്കിലും പെങ്ങളെ ഒരിക്കലും മരണവേദനയാണെന്ന് പറയരുത്. കാരണം പ്രസവത്തിന് മരണവേദനയല്ല, മരണവേദനയുടെ ഒരംശം മാത്രമാ. അത് മരണവേദനയുടെ ഒരംശം മാത്രമാ. അത് നിന്നെ കൊണ്ട് സഹിക്കാൻ പറ്റുന്ന ഒരു വേദനയായിരുന്നു. പക്ഷേ മരണവേദന വല്ലാത്ത കഠിനമാണ്. അല്ലാഹുവേ, ഓപ്പറേഷൻ തിയേറ്ററിന്റെ അകത്ത് കിടന്ന് വിളിച്ചു കൂവിയ ഉമ്മ മുത്തുനബി പറയുകയാ, ആ പരലോകത്തെങ്ങാനും ഒരു ഗർഭിണിയായ പെണ്ണുണ്ടെങ്കിലോ അവള് പ്രസവിച്ചാൽ അറിയില്ല ഉമ്മ, അവള് പ്രസവിച്ചാൽ അറിയില്ല. അതാണ് പരലോകം, അതാണ് പരലോകം. എടാ ചെറുപ്പക്കാരാ, ചൂടുള്ള നാളുണ്ട്, ഖിയാമം നാളാ. ചുരുക്കി പറഞ്ഞാൽ എന്തു ഹാലാ ചൂള. വന്തോസ വണ്ടിയുമായി വരുന്നേ കാളാ, ാണേള സുഹൃത്തുക്കളെ തിളയ്ക്കുന്നതാണേ മൂള. അമലൊന്നുമില്ല ചെന്നാൽ കോടാ. ഒരു ദിവസം വരാനുണ്ടടാ ചെറുപ്പക്കാരാ, അന്നൊരു ചാട് മുകളിൽ സൂര്യൻ നിൽക്കുമ്പോ മോനെ കട്ടയുണ്ടല്ലോ, വീട് പണിയുന്നതിന് വേണ്ടി വെക്കുന്ന കട്ടയുണ്ടല്ലോ, പണ്ടൊക്കെ മണ്ണിൽ നിന്ന് കട്ടയുണ്ടാക്കിയിട്ട് ചൂടയിൽ അടുക്കി വെച്ചിട്ട് പച്ചമുളക് വെച്ച് കത്തിച്ചിട്ട് പഴുപ്പിക്കുമല്ലോ. അതൊക്കെ നിസാരമാടാമോര്, ചൂടയൊന്നുമല്ലടോ. കാളവണ്ടി കണ്ടിട്ടുണ്ടോ? പണ്ടൊക്കെ വാഹനമില്ലല്ലോ, കാളവണ്ടി ഇങ്ങനെ അതാ പച്ചക്കറികളും കൊലകളും ഒക്കെ വെച്ച് ഇങ്ങനെ വലിച്ചു കൊണ്ടുവരുന്ന കാളയുണ്ടല്ലോ. ആ കാളയുടെ വായിലൂടെ പതയുന്നൊരയും ഒലിക്കുകയാ കാളവണ്ടി. എന്താ ഇവിടെ പറയാം, അതിനെന്ത് പറയും? മനസ്സിലായില്ല സാധനം എന്താണ്? എനിക്കത് പറയാൻ അറിയാത്തോണ്ടാട്ടാ, മനസ്സിലാക്കിയാൽ മതി. എന്തെങ്കിലും പറഞ്ഞിട്ട് സത്യം പറഞ്ഞ ഈ സ്ഥലത്തിന്റെ പേര് പോലും ഇത്രയും നേരമായിട്ട് എനിക്ക് നേരെ പറയാൻ പറ്റും. എന്തോ എന്തെങ്കിലും അക്ഷരത്തെറ്റ് വന്നാൽ പിന്നെ പണ്ടൊരാള് പറഞ്ഞതുപോലെ ഞാനും അള്ളാഹും തമ്മിലൊരു കുത്തിന്റെ വ്യത്യാസമുള്ളെന്ന് പറഞ്ഞ പോലെ അള്ളാഹു കാത്തുരക്ഷിക്കുമാറാകട്ടെ, അള്ളാഹ് കാത്തുരക്ഷിക്കുമാറാകട്ടെ. വാഴ്ത കേൾക്കുന്നതൊക്കെ ചുമ്മാതെ മാറ്റമൊന്നും ഇല്ലപ്പോ. ചിലരുടെയൊക്കെ വയല് കേട്ടാ, ചിലരുടെ വയല് കേൾക്കാൻ മനുഷ്യന്മാര് നന്നാവും. പണ്ടുള്ള മഹാന്മാരൊക്കെ വയല് പറയുമ്പോ മയ്യത്തുകൾ സദസ്സിൽ നിന്ന് കൊണ്ടുപോകുമായിരുന്നു. നമ്മുടെയൊക്കെ വയല്, ഞാൻ ഈ അടുത്തിങ്ങനെ ഒരു കഥ വായിച്ചു. ഒരു പള്ളിയിലെ അച്ഛൻ, അതിനെന്താ പറയാ അവിടെ, ഒരു ഫാദർ 30 വർഷം ഒരു ഫാദർ പള്ളിയിൽ ദഅവത്ത് നടത്തി. ഒരു പള്ളിയിൽ 30 വർഷം പ്രാർത്ഥന നടത്തിയ ഒരു അച്ഛൻ. ആ നാട്ടിലെ ഏറ്റവും വലിയ ഒരു കള്ളുകുടിയനായ ഒരു ഓട്ടോക്കാരനുണ്ടായിരുന്നു. ഭയങ്കര സ്പീഡാ. ചെറുപ്പക്കാരൊക്കെ ഓട്ടോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പഠിച്ചവനെ എവിടുന്ന വരണെന്ന് അറിയാറില്ല. ഓട്ടോ ഓടിക്കുമ്പോൾ 3 ടയറേ ഉള്ളെങ്കിൽ ഓന്റെ വിചാരം റോഡ് ഓനുള്ളതാണ്. ഞാൻ കുറ്റം പറഞ്ഞതല്ല. എവിടുന്ന ഞങ്ങളുടെ നാട്ടിൽ പറയാറുണ്ട്, മെസ്സി ഗോൾ അടിക്കുന്നത് എവിടുന്നാണ്, ഓട്ടോ എവിടുന്ന തിരിയണേന്ന് അവർക്ക് മാത്രമേ അറിയുള്ളൂ.
അപ്പൊ ഞാൻ പറഞ്ഞത്, ഈ ഓട്ടോ ഡ്രൈവറിന് ഭയങ്കര സ്പീഡാ, കള്ളും കുടിക്കും. അപ്പൊ 30 വർഷം പള്ളിയിൽ അച്ഛനായിരുന്ന പ്രബോധനം നടത്തിയ ഈ മനുഷ്യനും ഈ കള്ളുകുടിയനായ ഓട്ടോക്കാരനും കൂടെ നാളെ പരലോകത്ത് വന്നത്ര. അങ്ങനെ ദൈവത്തിന്റെ മുന്നിലെത്തിയപ്പോ ദൈവം പറഞ്ഞു അത്രേ, ഈ ഓട്ടോക്കാരനോട് പറഞ്ഞു നീ സ്വർഗത്തിൽ പൊക്കോളാൻ. ഈ ഓട്ടോക്കാരനോട് പറഞ്ഞു നീ സ്വർഗത്തിലേക്ക് പൊക്കോളാൻ. അപ്പൊ ഈ അച്ഛൻ ചോദിച്ചു, ഞാൻ 30 കൊല്ലം ജനങ്ങളെ ദൈവത്തിലേക്ക് അടുപ്പിച്ചവനാ, പ്രബോധനം നടത്തിയവനാ, ഇവൻ കള്ളുകുടിയനാ, ഇവനെ എന്താ സ്വർഗം കൊടുത്തേന്ന്. ആ സമയത്ത് ദൈവം പറഞ്ഞു അത്രേ, നീ 30 കൊല്ലം വഴുതു പറഞ്ഞപ്പോ എല്ലാരും ഇരുന്ന് ഉറങ്ങുമായിരുന്നു, എന്നെ കുറിച്ച് ആർക്കും ഓർമ്മയില്ല. 30 വർഷക്കാലം ഈ അച്ഛൻ പ്രസംഗിച്ചപ്പോ എല്ലാരും ഇരുന്ന് ഉറക്കമായിരുന്നു. പക്ഷേ ഇവനുണ്ടല്ലോ, ഇവന് സ്വർഗം കൊടുക്കാനുള്ള കാരണം, ഇവന്റെ ഓട്ടോയ്ക്കകത്ത് ആരെങ്കിലും കയറിയ ഇറങ്ങുന്നത് വരെ ദൈവമേ 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 എന്ന് വിളിച്ചോണ്ടിരിക്കുക. കാരണം എന്ത്? ഇവന്റെ പോക്ക് അങ്ങനത്തതാ. ഇവൻ ഓട്ടോയ്ക്കകത്ത് ആരെങ്കിലും കയറി കഴിഞ്ഞാൽ പിന്നെ പറക്കാൻ 140 പോണേ. അപ്പൊ പുറകിരിക്കുന്നവൻ വിളിക്കുക, ദൈവമേ 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 കാത്തോണേ എന്ന് പറഞ്ഞിട്ടിരിക്കുക. അപ്പൊ ഏറ്റവും കൂടുതൽ ദൈവത്തെ കുറിച്ച് ഓർമ്മപ്പെടുത്തിയതാരാ? ഈ ഓട്ടോക്കാരനാ. അതുകൊണ്ട് അവന് സ്വർഗം കൊടുത്തേന്ന്. അള്ളാഹു നമ്മളെ കാത്തുരക്ഷിക്കുമാറാകട്ടെ. എന്ന് പറഞ്ഞ പോലെ നമ്മുടെയൊക്കെ വഴുത്, നമ്മളൊക്കെ ഏത് കോലത്തിലാണോ, അള്ളാഹു കാത്തുരക്ഷിക്കുമാറാകട്ടെ. പറ, അള്ളാഹ് കാത്തുരക്ഷിക്കുമാറാകട്ടെ. അള്ളാഹു അങ്ങനെ ചില ഉസ്താദന്മാരുടെ വഴുത് കെട്ടാൻ മുതുകുടിയും വരെ നന്നാകും, ഇല്ലേ? ചില ഉസ്താദന്മാരുടെ വഴുത് കെട്ടിട്ട് മുതുകുടിയും വരെ നന്നാകും. നാളെ പരലോകത്ത് ചെല്ലുമ്പോ കുടിയനോട് അള്ളാഹ് പറയും നീ സ്വർഗത്തിൽ പൊക്കോളാം. കാരണം ഓൻ തൗബയൊക്കെ ചെയ്ത് നന്നായില്ലേ. ഓന്റെ അടുത്ത് പറയും സ്വർഗത്തിൽ പോകാൻ. ഓൻ ഇങ്ങനെ സ്വർഗത്തിൽ പോകുമ്പോ ആ വഴുത് പറഞ്ഞ ഉസ്താദിനെ മലക്കുകൾ നരകത്തിൽ കൊണ്ടുപോവാ. അപ്പൊ നരകത്തിന്റെ മലക്കുകൾ ഈ ഉസ്താദിനെ ഇങ്ങനെ കൊണ്ടുപോകുമ്പോ ഈ ചങ്ങാതിയൊക്കെ, എന്റെ പൊന്നാര ഉസ്താദ്, നിങ്ങളുടെ വഴുത് കെട്ടിട്ടാ ഞാൻ നന്നായേ, എനിക്കല്ല സ്വർഗം തന്നു, നിങ്ങൾക്ക് എന്തേ നരകമെന്ന്, നിങ്ങൾക്ക് എന്തേ നരകം കിട്ടാൻ? അപ്പൊ ഉസ്താദ് പറയും അത്രേ, എനിക്ക് മൈക്ക് കിട്ടുമ്പോ പറയാൻ മാത്രമേ അറിയത്തുള്ളൂ, ആ പറയുന്ന ഒന്നും ഞാൻ ചെയ്യില്ലായിരുന്നു. അള്ളാഹു കാത്തിരക്ഷിക്കുമാറാകട്ടെ. മൈക്കിട്ടുമെങ്കിൽ എന്തൊക്കെയോ പറയും, മരണവും കബറും നരകവും ഇങ്ങനെ ഇങ്ങോട്ട് വിളിച്ചിറക്കും. കേൾക്കാൻ വന്നവർ മുഴുവനും നിറകണ്ണോടെ പോകും. പറഞ്ഞ ഉസ്താദിന്റെ അവസ്ഥ എന്താ? നിങ്ങൾ ചിരിക്കണ്ട, സിറാജും അങ്ങനെയാണെന്ന്. ഞാൻ വഴുതു പറയുന്നത് നിങ്ങളെ നന്നാക്കാനാണെന്ന് ആരാ പറഞ്ഞേ? വല്ലാഹി സത്യം, ഞാൻ വഴുതു പറയുന്നത് നിങ്ങളെ നന്നാക്കാനല്ല, എനിക്ക് നന്നാകാൻ. അള്ളാഹു എന്നെ ഒന്ന് നന്നാക്കുമാറാകട്ടെ. നിങ്ങളെ നന്നാക്കാൻ തിരുവനന്തപുരത്ത് നിന്ന്, പത്തനാപുരത്ത് നിന്ന് ഇവിടെ വരേണ്ട കാര്യമുണ്ടോ? നിങ്ങളൊക്കെ ഇല്ല. അപ്പൊ ഞാൻ വഴുതു പറയുന്നത്, ഇതെല്ലാം പറഞ്ഞിട്ട് ഇവിടെ നിറങ്ങി വണ്ടിക്കകത്ത് ഇരിക്കുമ്പോ ഞാൻ ചിന്തിക്കുക, എന്തുവാടാ ഈ പറഞ്ഞത്? ഈ പറഞ്ഞത് വല്ലേ എന്റെ ജീവിതത്തിലുണ്ടോ? അപ്പൊ എനിക്കൊന്ന് ചെയ്യാൻ തോന്നും. അപ്പൊ അള്ളാഹു എന്നെ നന്നാക്കുമാറാകട്ടെ. പിശുക്കന്മാരൊരു ആമീൻ പറ. കാരണം ആരുടെ ആമീനുള്ള കേൾക്കണമെന്നറിയില്ല. ഒറ്റ ആമീൻ മതി ഞാൻ രക്ഷപ്പെടാൻ. മനസ്സറിഞ്ഞിട്ട് ഒരു ആമീൻ പറഞ്ഞേ. അള്ളാഹു നമ്മളെ എല്ലാവരെയും നന്നാക്കുമാറാകട്ടെ. അള്ളാഹു നമുക്ക് മുഴുവനും ഹിദായത്ത് തരുമാറാകട്ടെ. എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, നാളെ പടച്ച റബ്ബിന്റെ പരലോകം, ആ പരലോകത്തിന്റെ അവസ്ഥയാ ഞാൻ പറഞ്ഞത്. ഒരാളും നമ്മുടെ കൂടെ ഉണ്ടാകില്ല, ഒരാളും നമ്മളെ സഹായിക്കില്ല. അന്ന് മക്കൾ പോലും, നമ്മുടെ പെണ്ണുങ്ങൾ, ഒന്നൊരു പെണ്ണ് പ്രസവിച്ചാൽ ഓൾ അറിയില്ല, അവൾ അറിയാതെ പ്രസവിച്ചു പോകും. ആരാരും സഹായിക്കാനില്ലാത്ത പടച്ച റബ്ബിന്റെ പരലോകത്ത് അള്ളാഹുവിന്റെ അർശിന്റെ താഴെ മാത്രമേ തണലുള്ളൂ, വേറെ എങ്ങുമില്ല. അള്ളാഹുവിന്റെ അർശിന്റെ താഴ്ഭാഗത്ത് മാത്രമേ തണലുള്ളൂ. ആ തണൽ അള്ളാന്റെ അർശിന്റെ താഴ്ഭാഗത്ത് മാത്രമേ ഉള്ളൂ, അല്ലാതെ ഒരു സ്ഥലത്തും തണലില്ല ചെറുപ്പക്കാരാ. അന്ന് പടച്ച റബ്ബിന്റെ അർശിന്റെ താഴ്ഭാഗത്ത് സ്ഥാനം കിട്ടുന്ന ഒരു വിഭാഗമുണ്ട്. 7 വിഭാഗങ്ങളെയാണ് അല്ലാഹുവിന്റെ റസൂൽ നമുക്ക് പഠിപ്പിച്ചു തന്നത്. അതിലെ ഒരു വിഭാഗം ആരെന്നറിയുമോ? വറജുലൻ ദക്കറല്ലാഹു ഖാലിയാ വഫാദത് ഐനാ. കരഞ്ഞവനാടാ, കരഞ്ഞ ചെറുപ്പക്കാരാ, കരഞ്ഞ ഉപ്പ, കരഞ്ഞ പെങ്ങള്. സിനിമ കണ്ടിട്ട്, സീരിയൽ കണ്ടിട്ട് രോഗം വന്നപ്പോ കരഞ്ഞവളല്ല. സീരിയലിന്റെ മുന്നിലിരുന്ന് കരയുന്ന ഉമ്മമാരുണ്ട്, സിനിമ കണ്ടിട്ട് കരയുന്നവരുണ്ട്, നോവല് വായിച്ചിട്ട് കരയുന്നവരുണ്ട്, രോഗം പിടിച്ച് കിടക്കുന്നവരെ കണ്ടിട്ട് കരയുന്നവരുണ്ട്, ശരീരത്തിന് വേദന വരുമ്പോ കരയുന്നവരുണ്ട്. എങ്കിലാ കരച്ചിലല്ല, ജീവിതത്തിലെ ചെയ്തു പോയ പാപങ്ങൾ ഓർത്തിട്ട് അള്ളാഹുവിന്റെ മുന്നിൽ ഞാൻ പോയി നിൽക്കേണ്ടവനാണെന്നുള്ള ചിന്തയോടെ കരഞ്ഞവരുണ്ടല്ലോ. എന്റെ പ്രിയമുള്ള ചെറുപ്പക്കാരാ, മഹാനായ
മഹാനായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മുത്തുനബി ആരാണെന്ന് ഞാൻ നിനക്ക് പറഞ്ഞു തരേണ്ട ആവശ്യമില്ല. ഈ പ്രപഞ്ചം തന്നെ സൃഷ്ടിക്കാൻ കാരണക്കാരനായ മുത്തുനബി ഉണ്ടല്ലോ, എന്റെയും നിങ്ങളുടെയും ഹൃദയത്തിന്റെ രാജകുമാരനുണ്ടല്ലോ, മദീനത്ത് പച്ചക്കുപ്പയുടെ മടിത്തട്ടിൽ കിടന്നുറങ്ങുന്ന അഷ്റഫുൽ ഖൽഖ് നബി മുഹമ്മദ് മുസ്തഫ, എന്റെയും നിങ്ങളുടെയും കരളിന്റെ കഷ്ടമായ മുത്തുനബി മുഹമ്മദ് മുസ്തഫ, മദീനയുടെ രാജകുമാരനെ നബി മുഹമ്മദ് മുസ്തഫ, കരളിന്റെ കഷ്ടമേ നബി മുഹമ്മദ് മുസ്തഫ, കാരുണ്യത്തിന്റെ ദൂതനെ നബി മുസ്തഫ. ആ പ്രവാചകന് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ചരിത്രം എടുത്ത് നോക്ക്. റസൂലുള്ളാഹിയുടെ മുടി നരച്ചത് എങ്ങനെയെന്നറിയുമോ? അല്ലാഹുവിന്റെ ഖുർആനിലെ ഒറ്റ ആയത്തിറങ്ങിയപ്പോഴാ മുത്തുനബി പടച്ചവനെ 63 വർഷക്കാലമല്ലേ ജീവിച്ചുള്ളൂ. 63 വർഷക്കാലമേ മുത്തുനബി ജീവിച്ചുള്ളൂ. സഹാബികൾ ഒരിക്കലും കരുതിയില്ല മുത്തുനബി വഫാത്താകുമെന്നാരും കരുതിയില്ല. കാരണം 63 വയസ്സെന്ന് പറയുന്നത് യുവത്വമാ. പടച്ചവനെ അന്നത്തെ ആൾക്കാരൊക്കെ പഴയ തലമുറയിൽ ഒരുപാട് വർഷക്കാലം ജീവിക്കുന്നവരായിരുന്നു. അല്ലാഹുവിന്റെ പ്രവാചകൻ 63ാമത്തെ വയസ്സില് വഫാത്താകുമെന്ന് ഒറ്റ സ്വഹാബി പോലും സ്വപ്നത്തിൽ പോലും കരുതിയിട്ടില്ല. എന്റെ പ്രിയമുള്ളവരെ, മഹാനായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഇബ്നു മസ്ഊദ് റളിയല്ലാഹു തആല അൻഹുവിന്റെ ചാരത്ത് കടന്നു വരികയാ. ഇബ്നു മസ്ഊദ് തങ്ങളുടെ ചാരത്ത് കടന്നു വന്നിട്ട് അവിടെ നിന്ന് വരുമ്പോ ഇബ്നു മസ്ഊദ് തങ്ങൾ ഖുർആൻ ഓതുകയാണ്. അല്ലാഹുവിന്റെ പ്രവാചകൻ അടുത്ത് വന്നിട്ട് അവിടെ നിന്ന് പറയുകയാ, ഇഖ്റാ അലയ്യ ഖുർആൻ. ഇബ്നു മസ്ഊദ് റളിയല്ലാഹു തആല അൻഹുവിനോട് പറയുന്നു, മസ്ഊദേ, എനിക്കൊന്ന് ഖുർആൻ ഓതി തരുവോ? യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ നബിയേ, അങ്ങയുടെ മേലല്ലേ ഖുർആൻ ഇറങ്ങിയത്, അങ്ങല്ലേ ഖുർആൻ കൊണ്ടുവന്നത്, ഈ പാവപ്പെട്ട ഞാൻ അങ്ങയ്ക്ക് വേണ്ടി ഖുർആൻ ഓതി തരാനോ? ഇബ്നു മസ്ഊദ് റളിയല്ലാഹു തആല അൻഹു ചോദിക്കുമ്പോ അല്ലാഹുവിന്റെ റസൂൽ പറയുകയാ, ഇന്നി ഉഹിബ്ബു അൻ അസ്മഅ. റസൂലുള്ളാഹി തങ്ങൾ പറയുകയാ, ഇബ്നു മസ്ഊദേ, നീ ഖുർആൻ ഓതുന്നത് കേൾക്കുന്നത് എനിക്ക് ഇഷ്ടമാ. അവിടെ അല്ലാഹുവിന്റെ പ്രവാചകൻ അവിടെ ഓതാൻ പറയുമ്പോ ഇബ്നു മസ്ഊദ് റളിയല്ലാഹു തആല അൻഹു പരിശുദ്ധമായ ഖുർആൻ ഓതുകയാണ്, സൂറത്തുൻ നിസാ ഓതുകയാണ്. അവിടെ ഇങ്ങനെ ഓതി വരുമ്പോ വകൈഫ ഇദാ ജിനാ ബിക, പടച്ചവനെ സൂറത്ത് നിസാഇന്റെ ആയത്ത് ഇങ്ങനെ ഓതുകയാണ്. പടച്ചവനെ ഇബ്നു മസ്ഊദ് റളിയല്ലാഹു തആല അൻഹു ഓതുകയാ. എന്തേ ഓതുന്നതെന്നറിയുമോ? ഓരോ സമുദായത്തിന്റെയും സാക്ഷികളാക്കി അവരവരുടെ പ്രവാചകന്മാർ നാളെ പരലോകത്ത് കൊണ്ടുവരുമെന്നുള്ള ആയത്തോതുമ്പോ ഈ ആയത്തങ്ങ് ഓതിക്കഴിയുമ്പോ റസൂലുള്ള വിളിക്കുന്ന, മസ്ഊദേ, ഇനി ഓതല്ലേ മസ്ഊദേ, ഓതല് നിർത്ത്, എനിക്ക് താങ്ങാൻ കഴിയുന്നില്ല, എനിക്ക് സഹിക്കാൻ കഴിയുന്നില്ല. അല്ലാഹുവിന്റെ പ്രവാചകൻ അവിടെ പറയുകയാ, ഓതല്ലേ നിർത്ത്. ഇബ്നു മസ്ഊദ് റളിയല്ലാഹു തആല അൻഹുവിനോട് പറയുകയാ, ഓതുന്നത് നിർത്താൻ. ഇബ്നു മസ്ഊദ് റളിയല്ലാഹു തആല അൻഹു പറയുന്നുണ്ട്, അല്ലാഹുവിന്റെ പ്രവാചകൻ ഓതുന്നത് നിർത്താൻ പറഞ്ഞപ്പോ അവിടെ മുത്തുനബിയുടെ മുഖത്തേക്ക് നോക്കുമ്പോ വഇദാ ഐനാഹു യബ്നിഫാൻ, അല്ലാഹുവിന്റെ പ്രവാചകന്റെ കണ്ണുതടങ്ങൾ നിറഞ്ഞു ഒഴുകുകയാണ്, താടിരോമത്തിലൂടെ കണ്ണുനീര് ഒഴുകുകയാ. കാരണം നാളെ പടച്ചറപ്പിന്റെ പരലോകത്ത് ഓരോ സമുദായത്തിന്റെയും സാക്ഷികളാക്കി ആ പ്രവാചകന്മാരെ കൊണ്ടുവരുമല്ലോ എന്നായത്ത് ഓതിക്കഴിയുമ്പോ റസൂലുള്ള കരയുകയാ. നമ്മളിൽ
ആരാ കരയുക? നമ്മളിൽ ആരാ കരയുക? അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ എടുത്തു നോക്കൂ. പരിശുദ്ധമായ ഖുർആൻ അല്ലാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് മുടി നരച്ചു പോയതിന്റെ കാരണം ഖുർആനിലെ ഒരായത്താ. എന്റെ ചെറുപ്പക്കാരാ, ആരാ മോനെ കരയുന്നത്? ആരാ മോനെ കരയുന്നത്? മഹാനായ ഹസൻ ബസ്രി റളിയല്ലാഹു തആല അൻഹു. ആരവരുടെ ചരിത്രം അറിയാത്ത ആരാ ഉള്ളത്? പടച്ചറപ്പേ, കുടുംബക്കാര് നോക്കുമ്പോ ഉറക്കത്തിൽ നിന്ന് എഴുന്നേറ്റിരുന്ന് നിലവിളിക്കുകയാ. മഹാനായ ഹസൻ ബസ്രി റളിയല്ലാഹു തആല അൻഹു ഉറക്കത്തിൽ നിന്ന് എഴുന്നേറ്റിരുന്ന് നിലവിളിക്കുകയാണ്. അവിടുന്ന് വല്ലാതെ കരയുകയാ. അവിടുന്ന് വല്ലാതെ കരയുകയാ. കുടുംബക്കാരെടുത്തു വന്നു. എന്നിട്ട് ചോദിക്കുകയാ, എന്തിനാ കരയുന്നത്? എന്തിനാണ് ഈ പാതിരാത്രി ഇരുന്ന് നിലവിളിക്കുന്നത്? അവിടുന്ന് പറഞ്ഞ മറുപടി എന്തെന്നറിയുമോ? ദക്കർതു തൻവല്ലി ഫബകൈതു. ഈ പാതിരാത്രി ഞാൻ എഴുന്നേറ്റിരുന്ന് കരയാറുള്ള കാരണം എന്തെന്നറിയുമോ? എന്റെ ജീവിതത്തിൽ ചെയ്ത ഒരു പാപമാ. എന്റെ ജീവിതത്തിൽ ചെയ്ത ഒരു പാപം എനിക്ക് ഓർമ്മ വന്നു. അതുകൊണ്ടാണ് ഞാൻ കരയുന്നത്. ജീവിതത്തിൽ ചെയ്തു പോയ ഒരു തെറ്റിന്റെ പേരിലോ പാതിരാത്രിയുടെ നിശബ്ദതയിൽ എഴുന്നേറ്റിരുന്ന ഹസൻ ബസ്രി തങ്ങൾ കരയുകയാ. കാരണം എന്തെന്നറിയുമോ? ഖുൽ ഇന്നി അഖാഫു ഇൻ അസൈതു റബ്ബി. അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആനിലെ ഒരായത്താ. അനജാതവനും അഹങ്കാരിയെ പോലെ നടക്കുന്നവനും അല്ലാഹു നിന്നെയും നടിച്ചു വിട്ടിരിക്കുകയാ. എങ്കിലും പിടിക്കുന്ന ഒരു ദിവസമുണ്ട് വാപ്പാ. ഈ ദുനിയാവിലെ ജീവിതത്തിൽ ചെയ്തു കൂട്ടിയത് മുഴുവനും പിടിച്ചു നിർത്തിയപ്പോ എണ്ണി എണ്ണി ചോദിക്കുന്ന ഒരു ദിവസം നിനക്ക് വരാറുണ്ട്. വെച്ചിരിക്കുന്ന കാലനക്കൂല, ഓടാൻ പറ്റൂല. നഗ്നനായിട്ട് ചെയ്തു പോയ പാപത്തിന്റെ പേരിൽ മുട്ടുവര, അരവര, നെഞ്ചുവര, കഴുത്തുവര വിയർപ്പിന്റകത്ത് മുങ്ങി താഴുന്ന ഒരു ദിവസം നിനക്ക് വരാനുണ്ട്. അന്ന് നീ ചെയ്തു പോയ പാപത്തിന്റെ പേരിലോ നിന്റെ രൂപം ഇതുപോലെയല്ല. പട്ടിയുടെ കോലത്തില്, പന്നിയുടെ കോലത്തില്, കഴുതയുടെ രൂപത്തില്, പേപ്പട്ടിയുടെ രൂപത്തില് നടന്നു വരുന്നവർ, ഇഴഞ്ഞു വരുന്നവർ, മുഖത്ത് മാംസമില്ലാത്തവർ, കുഷ്ഠരോഗിയെ പോലെ വരുന്നവർ, പിന്താരങ്ങളിൽ കൊടികുത്തി വെച്ച് വരുന്നവർ, ഇതുപോലെ നാളെ പടച്ചിറപ്പിന്റെ പല ലോകത്ത് പല പല വിഭാഗങ്ങളായി പല പല കോലത്തിൽ നാളെ നിൽക്കുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുമ്പോ, എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരാ, ഒന്ന് കരയടാ മോനെ. ഒരു തുള്ളി കണ്ണുനീരുണ്ടല്ലോ, ഒരുപാട് കരയണമെന്ന് പറയുന്നില്ലോ, നെഞ്ചത്തടിച്ച് വിളിച്ചു കൂവണമെന്ന് പറയുന്നില്ലോ. ദുആ ചെയ്യുന്ന സമയത്ത് നിന്നെ കൊണ്ട് കരയാൻ പറ്റിയാൽ, നിന്നെ കൊണ്ട് കരയാൻ പറ്റിയ കര ഇനി കരച്ചല് വരുന്നില്ലേ? അഭിനയിക്കുമോനെ, അതിന് പണം വേണ്ടല്ലോ, പറഞ്ഞു തരേണ്ട കാര്യമില്ലല്ലോ. ചെയ്യുന്ന സമയത്ത് ഒന്ന് കരയുന്നവനെ പോലെ ഒന്ന് വിങ്ങടാ, ഒന്ന് അഭിനയിക്കടാ. അങ്ങനെ അഭിനയിച്ച അല്ലാഹുവിന്റെ അദാബുകളെ കുറിച്ച് ഓർത്തിട്ട് ഒരു തുള്ളി കണ്ണുനീര് നിന്റെ കണ്ണിന്റെ താഴെ വീണാ, ആരാരും സഹായിക്കാനില്ലാത്ത പടച്ചറപ്പിന്റെ പരലോകമുണ്ടല്ലോ. അല്ലാഹുവിന്റെ സിംഹാസനത്തിന്റെ താഴെയേ തണലുള്ളൂ. ആ തണലല്ലാതെ വേറെ ഒരു തണലുമില്ലാത്ത ദിവസം അല്ലാഹു നിന്റെ അർശിന്റെ താഴെ ഒരു സ്ഥാനം തരുമെന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുമ്പോ, കരഞ്ഞാ കിട്ടുന്ന ഒന്നാമത്തെ പ്രതിഫലം അർശിന്റെ താഴെ നിനക്ക് അല്ലാഹു ഒരു സ്ഥാനം തരുമെന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ
വസല്ലമ തങ്ങൾ പറഞ്ഞു, ഒന്ന്, നാളെ അള്ളാഹുവിന്റെ അർശിന്റെ താഴെ മാത്രമേ തണലുള്ളൂ, വേറെ ഒരു സ്ഥലത്തുമില്ല. ഇന്ന് ഒരു തുള്ളി കണ്ണുനീര് നിന്റെ കണ്ണിൽ നിന്ന് താഴെ വീണാൽ അന്ന് ആ തണലിൽ നിനക്ക് നിൽക്കാൻ അള്ളാഹു ഭാഗ്യം തരുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ. അതുകൊണ്ട് എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, കരയണം. പറ്റുന്നില്ലേ? കരയണ്ട. കരയാൻ പറ്റുന്നില്ലെങ്കിൽ അഭിനയിക്കാൻ ഞാൻ നിനക്ക് പഠിപ്പിച്ചു തരണ്ട. അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വഫാത്താകുമ്പോ 16 or 19 മുടി നരച്ചിട്ടുണ്ടായിരുന്നു. ലോകം ശരിയാണ്, 19ഓളം മുടി മുത്തുനബി വഫാത്താകുമ്പോ 19ഓളം, 16 or 19 എന്ന ഓർമ്മ കുറവുണ്ട്. അള്ളാഹു ഓർമ്മ നൽകി ഗ്രഹിക്കുമാറാകട്ടെ. ഇത്ര മുടി അതുവരെ എണ്ണി വെച്ചിട്ടുണ്ടായിരുന്നത്. പക്ഷെ പ്രവാചകന്റെ മുടി നരയ്ക്കാനുള്ള കാരണം വൈദ അവിടെ നിന്ന് പരിശുദ്ധമായ ഖുർആൻ നമുക്ക് പഠിപ്പിച്ചു തരുന്നുണ്ട്. കമാ അവിടെ നിന്ന് പറഞ്ഞു, ഫസ്തഖിം കമാ ഉമിർത. ഈ ഒറ്റ ആയത്ത മുത്തുനബിയുടെ മുടി നരയ്ക്കാനുള്ള കാരണം ഖുർആനിലെ ഒറ്റ ആയത്ത് ഫസ്തഖിം കമാ ഉമിർത. അല്ല പറഞ്ഞു, ഞാൻ പറയണത് പോലെ ജീവിച്ചോണം കേട്ടാ. അത്രേ പറഞ്ഞുള്ളൂ. ഞാൻ പറയുന്നത് പോലെ ജീവിച്ചു കൊള്ളണമെന്നുള്ള ഒറ്റ ആയത്ത്. ആ ആയത്ത് ഇറങ്ങിയതിനു ശേഷം ആ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മുടി നരച്ചത് എന്ന് ചരിത്രം പറയുന്നു. അല്ലാഹു ഈമാൻ തരുമാറാകട്ടെ. അല്ലാഹ് ഈമാൻ തരുമാറാകട്ടെ. ഈ നിരന്നിരിക്കുന്ന എത്ര എണ്ണത്തിന്റെ മുടി നരച്ചിട്ടുണ്ട്? വല്ല ബോധമുണ്ടോ? വല്ല ബോധം എനിക്കുണ്ടോ? എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, മുടി നരയ്ക്കുന്നത് എന്തിനാ? എന്റെ പ്രിയപ്പെട്ടവരെ, മരണത്തിന് വല്ല അടയാളമുണ്ടോ? മരണത്തിന് വല്ല അടയാളമുണ്ടോ? ഉണ്ടട ചങ്ങാതി. മരണത്തിന് 3 അടയാളമുണ്ട്. നീ വിചാരിച്ചോ മരണം പെട്ടെന്ന് കയറി വരുന്നതാണെന്നല്ല. ഒരാളും മരിക്കാൻ സമയമായോ എന്നറിയാൻ 3 അടയാളമുണ്ട്. അള്ളാഹു പഠിക്കാൻ ഭാഗ്യം തരുമാറാകട്ടെ. അള്ളാഹു പഠിക്കാൻ ഭാഗ്യം തരുമാറാകട്ടെ. അറിയണോ മരണത്തിന്റെ അടയാളം? വേണോ? മരണത്തിന്റെ അടയാളം കേൾക്കണോ? നീ വിചാരിച്ചോ നിന്റെ മരണം അടുത്തില്ലെന്ന്? ആരാ പറഞ്ഞേ? സിറാജിന്റെ മരണം അടുത്തു. അള്ളാഹു നല്ല മരണം തരുമാറാകട്ടെ. എന്റെ മരണം അടുത്തു, വല്ലാഹി എന്റെ മരണം അടുത്തു, എനിക്ക് ഉറപ്പാ. അള്ളാഹു നല്ല യാത്ര നൽകുമാറാകട്ടെ. അപ്പൊ ചോദിക്കും, എങ്ങനെ ഉസ്താദ്, നിങ്ങൾ വല്ല തങ്ങളോ വലിയ വല്ലാണോ? ജിബിരിയിൽ ഇപ്പൊ ഇടയ്ക്കിടയ്ക്ക് വരാറുണ്ടോ? ജിബിരിയിൽ വരാറൊന്നുമില്ല എങ്ങാതി. പക്ഷെ എന്റെ താടിയിലെ ഒരു രോമം നരച്ചു. എന്റെ താടിയിലെ ഒരു രോമം നരച്ചു. ഒരു മനുഷ്യന്റെ രോമം തലയിലെയോ താടിയിലെയോ രോമം നരച്ചു കഴിഞ്ഞാൽ അത് മരണത്തിന്റെ അടയാളമാണെന്ന് നബി മുഹമ്മദ് മുസ്തഫ. സയ്യിദുനാ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു ജോലിക്ക് നിർത്തിയവനെ പിരിച്ചുവിട്ടത് താടിയിലെ ഒരു രോമം നരച്ചപ്പോഴാണ്. മൃതങ്ങളുടെ ചരിത്രം നമുക്കറിയല്ലോ. ഒറ്റ രോമം നരച്ചപ്പോ ഒരാളെ ശമ്പളം കൊടുത്ത് നിർത്തിയിരുന്നു, മരിക്കുമെന്ന് പറയാൻ വേണ്ടി മാത്രം. നീ മരിച്ചു പോകുമെന്ന് പറയാൻ വേണ്ടി മാത്രം ഒരാളെ ശമ്പളം കൊടുത്ത് നിർത്തി. ഒരു ദിവസം വിളിച്ചിട്ട് പറഞ്ഞു, നിനക്ക് തരാനുള്ളതൊക്കെ പറഞ്ഞു, നീ പൊക്കോളാൻ. എന്തേ ഇപ്പൊ എന്നെ പിരിച്ചുവിട്ടത്? ഞാൻ എന്ത് തെറ്റ് ചെയ്തിട്ടാ? ഒന്നുമില്ല, ഇനി നിന്റെ ആവശ്യമില്ല. കാരണം എന്റെ താടിയിലെ ഒരു രോമം നരച്ചു, ഇനി അത് പറഞ്ഞു തരും എനിക്ക് മരിക്കാൻ സമയമായെന്ന്. അള്ളാഹു ഈമാൻ തരുമാറാകട്ടെ. എന്റെ താടിയിലെ ഒരു രോമം നരച്ചു, നിന്റെ താടിയിൽ കറുത്തത് വല്ലതും ഉണ്ടോ എന്ന് നോക്കിനി. ഈ നിരന്നിരിക്കുന്ന സദസ്സിലിരിക്കുന്ന ഓരോ മനുഷ്യനും എന്റെയും നിങ്ങളുടെയും ശരീരത്തിലെ രോമം നരച്ചിട്ടുണ്ടെങ്കിൽ ഒരുങ്ങിക്കോടാ ചെറുപ്പക്കാരാ. പിന്നെ പെണ്ണ് കേട്ടാ, പിന്നെ പെണ്ണ് കേട്ടാ. നമുക്ക് പിന്നെ ആദ്യം കഫൻ തുണി വാങ്ങിച്ചു വെച്ചിട്ട് യാത്ര പറഞ്ഞു ഒരുങ്ങിക്കോ. അള്ളാഹു നല്ല മരണം തരുമാറാകട്ടെ. എന്നാൽ ഈ മുടി മൊത്തവും നരച്ചിട്ട് താടിയും തലയും നരച്ച വാപ്പ ഇപ്പോഴും ചാരിക സേരയില്ല, പള്ളി കയറൂല്ല, നിസ്കരിക്കാൻ കയറൂല്ല. കാരണം ഒന്നിനുമില്ല, ഇനി ഞാൻ ജീവിക്കുമെന്ന് പറഞ്ഞിങ്ങനെ ഇരിക്കുക. വേറെ 2 അടയാളമുണ്ട്. എന്റെ വിഷയമല്ലാത്തത് കൊണ്ട് ഞാൻ പറയണില്ല. അള്ളാഹു നമുക്ക് ഈമാൻ തരുമാറാകട്ടെ. അതുകൊണ്ട് എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, ആരെങ്കിലും ഇവിടെ ഇരുന്നുകൊണ്ട് അള്ളാഹുവിനെ ഭയന്നുകൊണ്ട് കരഞ്ഞാൽ നാളെ പരലോകത്ത് അർശിന്റെ താഴെ നിൽക്കാം. അള്ളാഹു ഭാഗ്യം തരുമാറാകട്ടെ. അള്ളാഹു ഭാഗ്യം തരുമാറാകട്ടെ. സുബ്ഹാനല്ലാഹ്. 12 മണി കഴിഞ്ഞു. ഇവിടുന്ന് ഏറ്റവും കുറഞ്ഞത് 4 മണിയാണ്. കണ്ണൂര് ഇല്ല. രാത്രിയിലെ എത്ര 4 മണി പുറത്ത് വേണം. അള്ളാഹു ഭാഗ്യം തരുമാറാകട്ടെ. 5 എണ്ണം പറയാൻ പറ്റിയില്ലെങ്കിലും പറ്റുന്നത്ര പറഞ്ഞ് ചവിട്ടി നിർത്തണം. അതുകൊണ്ട് ഇൻഷാ അല്ലാഹ് 2 അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാ, മോനെ, കരഞ്ഞാൽ കിട്ടുന്ന 2ാമത്തെ പ്രതിഫലം എന്തെന്നറിയുമോ? ലാ യൽജുന്നാറ ബകാ മിൻ ഖശിയത്തില്ലാഹ്. ഏതെങ്കിലും ഒരു മനുഷ്യനെ
സദസ്സിലിരുന്നു കൊണ്ട് കരഞ്ഞാൽ പടച്ചറപ്പേ എനിക്ക് പേടിയാ അല്ലാ, എനിക്ക് പേടിയാ അല്ലാ, നിന്റെ അദാബുകൾ എനിക്ക് പേടിയാ പടച്ചവര്. മോനെ നരകത്തെ കുറിച്ച് ഓർത്തു നോക്കാത്തതിന്റെ ചെറുപ്പക്കാരാ, റസൂലുള്ളാഹി തങ്ങൾ പറയുകയാണ്, എന്റെ പ്രിയപ്പെട്ടവരെ, എന്റെ നരകത്തെ കുറിച്ച് ഞാനും നിങ്ങളും ഓർക്കാത്തതെന്താ? എത്രയോ പ്രഭാഷണങ്ങൾ കേട്ടവരല്ലോ, വീട്ടിൽ കത്തിച്ച് വെച്ചിരിക്കുന്ന തീയുണ്ടല്ലോ, അതുപോലും എന്നെയും നിങ്ങളെയും കൊണ്ട് താങ്ങാൻ കഴിയുന്നില്ലെങ്കിലോ അല്ലാഹുവിന്റെ അദാബുകൾ കൊണ്ട് നിറച്ച നരകത്തെ ഓർക്കാത്തതെന്താ? മഹാനായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് മോനെ മലക്കുകൾ പോലും കരഞ്ഞത് നരകമോർത്തിട്ടാ. അവര് കരഞ്ഞിരുന്നു എന്ന് ചരിത്രം പറയുമ്പോ അല്ലാഹുവിന്റെ പ്രവാചകൻ ഒരു ദിവസം നോക്കുമ്പോ കഅബാലയത്തിന്റെ ഭാഗത്ത് നിന്നാരോ കരയുകയാ. ഒരു കരച്ചലിന്റെ ശബ്ദം കേൾക്കുകയാണ്. അല്ലാഹുവിന്റെ പ്രവാചകം ചെന്ന് നോക്കുമ്പോ കഅബാലയത്തിന്റെ മുന്നിൽ നിന്ന് കരയുന്നത് ആരെന്നറിയുമോ? മുഖറബുൽ അംലാഖ് മലക്ക് ജിബ്രീൽ അലൈഹിസ്സലാമാണ് കരയുന്നത്. അല്ലാഹുവിന്റെ പ്രവാചകന് വല്ലാത്ത അത്ഭുതമായി. അവിടുന്ന് ചോദിക്കുന്നു, ജിബ്രീലേ, എന്തിനാ കരയുന്നത്? എന്തിനാ കരയുന്നത്? അല്ലാ, അവിടുന്ന് പറയുന്നു, യാ റസൂലല്ലാഹ്, മുത്തുനബിയേ, നരകത്തെ ഭയന്നിട്ടാ, അല്ലാഹുവിന്റെ അദാബ് ഭയന്നിട്ടാ. അല്ലാഹുവിന്റെ റസൂൽ ചോദിക്കുന്നു, നീയല്ലേ വഹീമായിട്ട് കടന്നു വരുന്നത്? നിനക്കെന്തേ പേടിയെന്ത്? നിനക്കെന്തേ പേടിയെന്ത്? എന്തിനാടാ ജിബ്രീൽ കരഞ്ഞതെന്നറിയുമോ? മലക്കുകളുടെ നേതാവല്ലേ, പ്രവാചകന്മാർക്ക് മുഴുവനും വഹീമായിട്ട് കടന്നു വരുന്ന മലക്കല്ലേ, എന്തിനാ കരഞ്ഞതെന്ന് ചോദിക്കുമ്പോ, നീ എന്തിനാണ് കരയുന്നത്? നീ എന്തിനാണ് പേടിക്കുന്നത്? നീ ജിബ്രീലല്ലേ എന്ന് മുത്തുനബി ചോദിക്കുമ്പോ, യാ റസൂലല്ലാഹ്, ഇബ്ലീസ് ആരായിരുന്നു നബിയേ? മലക്കുകളുടെ ഉസ്താദായിരുന്നല്ലോ ഇബ്ലീസ്, ഉസ്താദായിരുന്നല്ലോ അസാസീൻ. അവൻ ശപിക്കപ്പെട്ടവനായി പോയില്ലോ, അവന്റെ അവസ്ഥ ഇത്രയും മതപ്പതിച്ചു പോയില്ലോ. പിന്നെയാണോ ഞാന്? അല്ലാഹുവേ, ജിബ്രീൽ പോലും കരഞ്ഞെന്ന ചരിത്രം പറയുകയാ. എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരാ, അല്ലാഹുവിന്റെ പ്രവാചകൻ മിഅ്റാജിന്റെ യാത്രയില് അല്ലാഹുവിന്റെ റസൂൽ അവിടുന്ന് ചോദിക്കുന്നു, ജിബ്രീലേ, അല്ലാഹുവിന്റെ റസൂൽ ചോദിക്കുകയാ, അവിടുന്ന് ചോദിക്കുകയാണ്, മാ ലഹിക മീകായീൽ, ജിബ്രീലേ, മീകായിൽ എന്ന് പറയുന്ന മലക്ക് ചിരിച്ച് ഞാൻ കണ്ടിട്ടില്ലല്ലോ. അല്ലാഹുവിന്റെ റസൂൽ ചോദിക്കുകയാണ്, ജിബ്രീലേ, മീകായിൽ എന്ന് പറയുന്ന മലക്ക് ചിരിക്കുന്നത് ഞാൻ കണ്ടിട്ടില്ലല്ലോ. യാ റസൂലല്ലാഹ്, മുൻദു ഖുലിക ഫിന്നാർ, നരകത്തെ സൃഷ്ടിച്ചതിന് ശേഷം ആ മലക്ക് ചിരിച്ചിട്ടില്ല നബിയേ. ചെറുപ്പക്കാരാ, മീകായിൽ എന്ന് പറയുന്ന മലക്കുണ്ടല്ലോ, നരകത്തെ സൃഷ്ടിച്ചതിന് ശേഷം അവിടെ നിന്ന് ചിരിച്ചിട്ടില്ല. അതാ നരകത്തിന്റെ കാവൽക്കാരനായ മാലിക് എന്ന് പറയുന്ന മലക്കുണ്ടല്ലോ, അല്ലാഹുവിന്റെ പ്രവാചകൻ മിഅ്റാജിന്റെ രാത്രിയിൽ നോക്കുമ്പോ അങ്ങോട്ടും ഇങ്ങോട്ടും കടന്നു ഓടുകയാണ്, അങ്ങോട്ടും ഇങ്ങോട്ടും കടന്നു ഓടുകയാ. ആരുടെയും മുഖത്ത് നോക്കുന്നില്ല, ആരുടെയും മുഖത്ത് നോക്കുന്നില്ല. അല്ലാഹുവിന്റെ പ്രവാചകം ചെന്നപ്പോ എല്ലാവരും സന്തോഷത്തിലാ. പക്ഷേ നരകത്തിന്റെ കാവൽക്കാരനായ മാലിക് എന്ന മലക്കുണ്ടല്ലോ, അവിടുന്ന് തല പോലും ഉയർത്തുന്നില്ല. യാ റസൂലല്ലാഹ്, അത് നരകത്തിന്റെ കാവൽക്കാരനായ മാലിക്കാണ് നബിയേ. മലക്കുകൾ
മലക്കുകൾ പോലെ കരഞ്ഞടാ ചെറുപ്പക്കാരാ. അള്ളാന്റെ മലക്കുകൾ കരഞ്ഞില്ലേ മഹാനായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളല്ലോ നരകത്തെ കുറിച്ച് പറഞ്ഞ കരയുമായിരുന്നല്ലോ. നബി പോലും അവിടെ നിന്ന് കരഞ്ഞു പോയല്ലോ. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടവരോട് പറയുകയാണ്, ഉസ്താദന്മാര് നരകത്തെ കുറിച്ച് പറയുമ്പോ, നരകത്തിന്റെ തീയെ കുറിച്ച് പറയുമ്പോ, നരകത്തിന്റെ തട്ടുകളെ കുറിച്ച് പറയുമ്പോ ഇതൊക്കെ കൊണ്ടോ ഉസ്താദ്, ഇതൊക്കെ വെറുതെയാണെന്ന് പറയുന്ന ചെറുപ്പക്കാരാ, കാണുമടാ പൊന്നുമോനെ, ഇതെല്ലാം നിന്റെ കണ്ണുകൊണ്ട് കാണുകയാ. നാളെ പടച്ചറപ്പിന്റെ പരലോകത്ത് ഞാനും നിങ്ങളും നിൽക്കുന്ന ദിവസമുണ്ടല്ലോ. ഇതാ റഅത്തഹും മിൻ മകാനിൻ ബഈദ് സമിഉ ലഹാ തഗയ്യുമൻ വസഫീറാ. നരകത്തെ കൊണ്ടുവരുന്ന ഒരു ദിവസമുണ്ടടാ. എങ്ങനാ വരുന്നതെന്നറിയുമോ? പിടിച്ചുകൊണ്ടാണ്, തല താഴ്ത്തി പിടിച്ചുകൊണ്ട് മാലിക്കെന്ന് പറയുന്ന മലക്കും തന്റെ അനുയായികളും പടച്ചറപ്പിന്റെ അദാബുകൾ കൊണ്ട് നിറച്ച നരകമുണ്ടല്ലോ. എങ്ങനെയാ കൊണ്ടുവരുന്നതെന്നറിയുമോ? 70,000 ചങ്ങലകളിൽ ബന്ധിച്ച 70,000 ചങ്ങലകളിൽ നരകത്തിന്റെ ഒരു ഭാഗത്തെ ബന്ധിപ്പിച്ചുകൊണ്ട് നിലവിളിച്ചുകൊണ്ട് മുഖം താഴ്ത്തി പിടിച്ചുകൊണ്ട് അല്ലാഹുവിന്റെ നരകത്തെ വലിച്ചുകൊണ്ട് വരുന്ന ഒരു ദിവസമുണ്ടടാ ചെറുപ്പക്കാരാ. ഒരേ ഒരു ചങ്ങലയിൽ പിടിക്കുന്ന മലക്കുകൾ 70,000. ഒരു ചങ്ങലയിൽ പിടിക്കുന്നത് 70,000 മലക്കുകൾ. 70,000 മലക്കുകൾ. ആ ചങ്ങലയിലെ ഒരു കൊളുത്തുണ്ടല്ലോ, പ്രപഞ്ചത്തിനെക്കാളും വലുതാ. അങ്ങനെ നരകത്തെ കൊണ്ടുവരുന്ന ഒരു ദിവസമുണ്ട് ചെറുപ്പക്കാരാ. ആ നരകത്തിൽ നിന്ന് നിനക്ക് രക്ഷപ്പെടണോ പൊന്നുമോനെ? റസൂലുള്ള പറയുകയാ, കരയടാ മോനെ, കരയടാ മോനെ. ലാ യലിജുന്നാർ വകാമിന ഖസിയത്തില്ലാഹ്. അല്ലാഹുവിനെ ഭയന്നുകൊണ്ട് കരയുന്നവനുണ്ടല്ലോ, അവൻ നരകത്തിന്റെ തീ തൊടില്ല, അവൻ നരകത്തിന്റെ തീ തൊടില്ല. എന്നിട്ട് മുത്തുനബി അവിടെ ഒരു ഉദാഹരണം പറയുകയാ, മുത്തുനബി ഒരു ഉദാഹരണം പറഞ്ഞതെന്തെന്നറിയുമോ? പടച്ചവനെ, പാല് കറക്കുമല്ലോ ഒട്ടകത്തിന്റെ അകടിൽ നിന്ന്, പശുവിന്റെ അകടിൽ നിന്ന്, ആടിന്റെ അകടിൽ നിന്ന് ഒരു പാത്രത്തിലേക്ക് പാലിങ്ങനെ കറന്നൊഴിച്ചല്ലോ. ആ പാത്രത്തിൽ വീണ പാലൊരിക്കലും തിരിച്ചു പോകില്ല. പാത്രത്തിലേക്ക് പശുവിന്റെ അകടിൽ നിന്ന് പാല് കറന്നൊഴിച്ചു, ആ പാത്രത്തിൽ വീണ പാല് തിരിച്ചകടിലേക്ക് പോകുമോ? എന്നെങ്കിലും ഒരു കാലത്ത്. അത് പോകാത്ത കാലത്തോളം ഇവിടെ ഇരുന്ന് കരഞ്ഞ നിന്നെ അല്ലാഹു നരകത്തിലിട്ട് കരിക്കില്ല എന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. ഇവിടെ ഇരുന്ന് കര, അള്ളാനെ ഓർത്തിട്ട് കര. പടച്ച റബ്ബിന്റെ അദാബുകളെ ഓർത്തിട്ട് നീ ഒരു തുള്ളി വീണാ മതി. ഒരു തുള്ളി മഴത്തുള്ളി വീഴുന്ന പോലെ ഒരു തുള്ളി കണ്ണുനീര് നിന്റെ കണ്ണിൽ നിന്ന് താഴെ വീണാൽ നീ നരകത്തിൽ നിന്ന് രക്ഷപ്പെടുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുമ്പോൾ, എന്റെ പ്രിയപ്പെട്ടവരെ, നരകത്തെ കുറിച്ച് ഓർത്ത് കരയാ നമ്മളെ കൊണ്ട് കഴിയടേ. നരകത്തെ കുറിച്ച് ഓർത്ത് കരയാ കഴിയടേ ചെറുപ്പക്കാരാ. നരകത്തിന്റെ അദാബുകളെ കുറിച്ച് നിനക്കറിയുമല്ലോ, ഞാനതിനെ കുറിച്ച് പറഞ്ഞു തരണ്ടല്ലോ. ആ നരകത്തിന്റെ തട്ടുകളെ കുറിച്ച് ഖുർആൻ പറയുന്നുണ്ട്. അല്ലാഹുവേ, ആ നരകത്തിന്റെ ആഴം എത്രയെന്നറിയുമോ? മഹാനായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഒരിക്കൽ അല്ലാഹുവിന്റെ പ്രവാചകൻ തന്റെ സ്വഹാബത്തിന്റെ മുന്നിലിരിക്കുമ്പോ ഒരു ശബ്ദം കേൾക്കുകയാണ്, ഭയാനകമായ ഒരു ശബ്ദം കേൾക്കുകയാണ്. അല്ലാഹുവിന്റെ പ്രവാചകൻ അവിടെ നിന്ന് ചോദിക്കുന്നു, സഹാബ, ഈ ശബ്ദം കേട്ടത് എന്തെന്നറിയുമോ? സഹാബ
സഹാബികൾ പറയുന്നു അറിയില്ല നബിയേ, അല്ലാഹു റസൂലുഹു അലം. നബിയേ എല്ലാം അറിയുന്നത് അങ്ങക്കാണല്ലോ. അല്ലാഹുവിന്റെ പ്രവാചകൻ അവിടെ പറയുകയാണ്, ഒരു കല്ല് വന്ന് വീണ ശബ്ദമാണ്, ഒരു കല്ല് വന്ന് വീണ ശബ്ദമാണ്. ഏത് കല്ലെന്നറിയുമോ? നരകത്തിന്റെ മുകളിൽ നിന്നൊരു മലക്ക് താഴേക്കിട്ട കല്ല. നരകത്തിന്റെ മുകളിൽ നിന്ന് ഒരു മലക്കൊരു കല്ലെടുത്ത് താഴേക്കിടുകയാണ്. 70,000 വർഷം മുമ്പ് നരകത്തിന്റെ മുകളിൽ നിന്നൊരു മലക്കൊരു കല്ലെടുത്ത് താഴേക്കിട്ടതാണ്. പടച്ചവനെ, 70,000 കൊല്ലം മുമ്പ് നരകത്തിന്റെ മുകളിൽ നിന്നും മലക്കിട്ട കല്ലാണ് താഴെ വന്ന് വീണതെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുമ്പോ ആഴമൊന്ന് ചിന്തിക്ക് ചെറുപ്പക്കാരാ, ആഴമൊന്ന് ചിന്തിക്ക് ചെറുപ്പക്കാരാ. കഴിയില്ല മോനെ, അതുകൊണ്ട് കണ്ണീരയാ പ്രതിഫലമാണ് മുഹമ്മദ് പറയുമ്പോ റബ്ബിൽ ദുആ ചെയ്ത് പിരിയാ. മൂന്നാമത്തെ കാര്യം എന്തെന്നറിയുമോ? റസൂലുള്ളാഹി പറയുകയാ, കത്തുറത്താനി അഹബ്ബു ഇലല്ലാഹ്. അല്ലാഹുവിന് ഇഷ്ടപ്പെട്ട 2 തുള്ളികളുണ്ടടാ. അല്ലാഹുവിന് ഏറ്റവും ഇഷ്ടപ്പെട്ട 2 തുള്ളികളുണ്ട്. യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ നബിയേ, ഏതാണ് നബിയേ, ഏതാണ് നബിയേ? ആ 2 തുള്ളികൾ ഏടാണെന്ന് ചോദിക്കുമ്പോ, ആ 2 തുള്ളികൾ, അല്ലാഹുവിന് ഏറ്റവും ഇഷ്ടപ്പെട്ട 2 തുള്ളികൾ ഏതെന്ന് ചോദിക്കുമ്പോ റസൂലുള്ളാഹി പറയുകയാ, കത്തുറത്തു ദുമൂഇ മിൻ ഖസിയത്തില്ലാഹ്. 2 തുള്ളികളിൽ ഒരു തുള്ളി ഏതെന്നറിയുമോ? അല്ലാഹുവിനെ ഭയന്നുകൊണ്ട് കരഞ്ഞ കണ്ണുനീരാ. അല്ലാഹുവിനെ ഭയന്നുകൊണ്ട് കരഞ്ഞ കണ്ണുനീരാ. 2ാമത്തെ തുള്ളി ഏതെന്നറിയുമോ? വഖത്റത്തു ദമിൻ തുഹറാഖു ഫീ സബീലില്ലാഹ്. അല്ലാഹുവിന്റെ മാർഗത്തിൽ ഒഴുക്കിയ രക്തത്തുള്ളിയുണ്ടല്ലോ. പഠിക്കടാ ചെറുപ്പക്കാരാ, എടാ നിന്റെ കണ്ണിൽ നിന്ന് വീണ ഒരു തുള്ളി കണ്ണുനീര് അല്ലാഹു ഉപമിച്ചത് എന്തിനോടെന്നറിയുമോ? അല്ലാഹു ഉപമിച്ചത് ഏത് തുള്ളിയോടെന്നറിയുമോ? മോനെ, ബദറിലും ഉഹദിലും ഹന്തക്കിലും ഖൈബറിലും തബൂക്കിലും യർമൂക്കിലും പടച്ച റബ്ബിന്റെ ദീനിന് വേണ്ടി പോരാടിയ ശുഹദാക്കളുണ്ടല്ലോ, ബദരീങ്ങളുണ്ടല്ലോ. സയ്യിദുൽ ശുഹദാഇ ഹംസ രണാങ്കണത്തിൽ തന്റെ നെഞ്ചമ കരളമയല്ല അല്ലാഹുവിന്റെ ദീനിന് വേണ്ടി കൊടുത്ത ഹംസ റളിയല്ലാഹു തആല അൻഹു. റളിയല്ലാഹു തആല അൻഹുവിന്റെ ചരിത്രം നിനക്കറിയുമല്ലോ, ഉമൈറതങ്ങളുടെ ചരിത്രം നിനക്കറിയുമല്ലോ. അല്ലാഹുവിന്റെ ദീനിന് വേണ്ടി രക്തസാക്ഷികളായ ശുഹദാക്കളുണ്ടല്ലോ, അവരുടെ ശരീരത്തിൽ നിന്ന് താഴെ വീണുന്ന രക്തത്തുള്ളിയുണ്ടല്ലോ. ആ തുള്ളിയോടാണ് അല്ലാഹു നിന്റെ കണ്ണിൽ നിന്ന് വീഴുന്ന കണ്ണുനീരിനെ ഉപമിച്ചത്.